ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഏതാനും അഹ്കാമുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ സെറ്റിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാനുള്ളത്. നോമ്പെടുക്കുന്ന ആൾ രാത്രിയിൽ അത്താഴം കഴിക്കണമെന്ന് ഞാൻ ഉണർത്തുകയുണ്ടായല്ലോ. എന്നാൽ തഅഖീറു സുഹൂർ എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിൻ്റെ ഒരു നടപടിക്രമമായിരുന്നു. രാത്രിയിൽ അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്, അതിൽ അനുഗ്രഹങ്ങളുണ്ട്. പ്രവാചക തിരുമേനി പഠിപ്പിച്ചു, നിങ്ങൾ തസഹറു ഫ ഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ രാത്രിയിൽ നോമ്പെടുക്കുവാൻ, പകലിൽ നോമ്പെടുക്കുവാൻ രാത്രിയിൽ നിങ്ങൾ അത്താഴം കഴിക്കണം. ആ അത്താഴം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടവരുമെന്ന് പ്രവാചക തിരുമേനി ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ ആ അത്താഴം രാത്രിയിൽ വളരെ നേരത്തെ തന്നെ കഴിച്ചുകൊണ്ട് ഉറങ്ങുക എന്നുള്ളതിനേക്കാൾ സുബഹിൻ്റെ തൊട്ടു മുമ്പ് വരെയും ആ അത്താഴത്തെ പിന്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിൻ്റെ മാതൃക. പ്രവാചകൻ ഏതൊരു കാര്യത്തിലും, ആരാധനകളിലും മറ്റുമൊക്കെ അനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ അതിൻ്റേതായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചക തിരുമേനിയെ അനുധാപനം ചെയ്യൽ വിശ്വാസികൾക്ക് ഏറ്റവും ശക്തമായ സുന്നത്തത്രേ. പ്രവാചക തിരുമേനി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50 ആയത്തുകൾ ഓതുന്ന അത്ര സമയം മാത്രമായിരുന്നു പിന്നീട് സുബഹി നമസ്കാരത്തിനുണ്ടായിരുന്നത്. അത്രയും അത്താഴത്തെ നിങ്ങൾ പിന്തിപ്പിക്കണമെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. നമ്മുടെ പൂർവ്വകാലങ്ങളിലുണ്ടായിരുന്ന വേദഗ്രന്ഥത്തിൻ്റെ ആടുകളൊക്കെ അത്താഴം കഴിക്കുമ്പോൾ വളരെ നേരത്തെ കഴിഞ്ഞു നിൽക്കുന്ന പതിവുണ്ടായിരുന്നു. അതല്ല വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അത്താഴം എന്ന് പറയുമ്പോൾ നന്നായി തൻ്റെ വയറ് നിറക്കണം എന്ന സുന്നത്തൊന്നുമില്ല. അത്താഴത്തിന് വേണ്ടി നിങ്ങൾ കാരക്കയായിരുന്നാലും വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നാലും അല്പമെന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ്. ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അസ്സുഹൂറു അഖ്ലത്തുൻ ബർക ഫലാ തദഊഹു. നിങ്ങൾ ആ ബർക്കത്തുള്ള അത്താഴത്തിനെ നിങ്ങൾ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കരുത്, അത് നിങ്ങൾ വെടിയരുത്. നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുവാൻ അത്താഴം കഴിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പിറ്റേ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുവാനും നോമ്പിൻ്റെ ആരാധനകളെല്ലാം തന്നെ നമസ്കാരാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനും മറ്റ് എനർജിയോടുകൂടി പകലിൽ നിലനിൽക്കുവാനും വിശ്വാസികൾക്ക് ഈ അത്താഴം ഒരു പ്രേരണയാണ് എന്ന് പ്രവാചകൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. രണ്ടാമത്, അതേപോലെ തന്നെ നോമ്പെടുക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഅജീലുൽ ഫുതൂർ എന്ന് പറയുന്നതും ഈ നോമ്പിൻ്റെ ഒരു സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചു. പകലിൽ പ്രഭാതം മുതൽ നിങ്ങൾ സൂര്യാസ്തമയം വരെയും അല്ലാഹുവിന് വേണ്ടി അന്നപാനീയങ്ങളെല്ലാം തന്നെ വെടിഞ്ഞുകൊണ്ട് പകലിൽ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നോമ്പ് മുറിക്കുക എന്നുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പുകാരന് സുന്നത്താക്കിയതാണ്. ഏതായിരുന്നാലും ഞാൻ ഇത്രയും സമയം പകലിൽ നോമ്പെടുത്തില്ലേ, ഇനി കുറച്ചുകൂടി അങ്ങോട്ട് കഴിയട്ടെ എന്ന് സമയമായാലും നോമ്പ് തുറക്കാതെ പിന്തിപ്പിച്ച് വെക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു നോമ്പുകാരന് പാടില്ലാത്തതത്രേ. അതിനാൽ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നോമ്പെടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അത്താഴം പരമാവധി പിന്തിപ്പിക്കുകയും എന്നാൽ സമയമായാൽ ഉടനെ തന്നെ നോമ്പ് മുറിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ശീലം നാം പ്രവാചകൻ്റെ മാതൃകയനുസരിച്ച് കൊണ്ട് ഉൾക്കൊള്ളുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് സുന്നത്തും നടപടിക്രമങ്ങളും അനുസരിച്ച് പാലിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.